ഏലിയ ഒന്നാം ബുധൻ. വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം ഒരു ശാരീരിക പ്രവൃത്തിയാണ്. എന്നാൽ മനസ്സുകൊണ്ടുപോലും വ്യഭിചാരം ചെയ്യരുത് എന്ന കർക്കശ നിലപാടാണ് ഇന്നത്തെ സുവിശേഷം. പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു ദൈവിക വരമാണ് ലൈംഗികത. പെറ്റുപെരുകി വംശത്തെ നിലനിർത്തുക എന്നതാണ് സൃഷ്ടിധർമ്മം. അതുകൊണ്ട് അതിന് അതിരുകൾ നിശ്ചയിക്കുക എന്നത് ദൈവിക പദ്ധതിക്കെതിരാണ്. ശാരീരിക ആത്മീയ പോരാട്ടം ലോകാരംഭം മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ്. ദൈവിക ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ സാത്താന്റെ ഇടപെടൽ മൂലം യുദ്ധസമാനമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. യോഹന്നാൻ 6:63. എല്ലാറ്റിലും നന്മ കാണാനും നന്മ കേൾക്കാനും നന്മ അനുഭവിക്കാനും വേണ്ടിയാണ് മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്. അതിൽ സ്വാർത്ഥത വന്നു നിറയുമ്പോൾ അവനിലെ നന്മ മുഴുവൻ തിന്മയായി മാറുന്നു. മനുഷ്യഹൃദയങ്ങളിൽ വസിക്കുന്ന ദൈവാത്മാവിനെ കാണാൻ കഴിയാതെ വരുമ്പോൾ വീഴ്ചകളിൽ, കാഴ്ചകളിൽ, ബന്ധങ്ങളിൽ പാപം വന്നു നിറയും. ദൈവം മനുഷ്യന് ഒന്നിനു പകരം 2 അവയവങ്ങൾ വീതമാണ് നൽകിയിട്ടുള്ളത്. 2 കണ്ണ്, 2 കാത്, 2 കൈ, 2 കാൽ എന്നിങ്ങനെ. രണ്ടും ഒരുപോലെയാണ് നാം ഉപയോഗിക്കുക. ഒരു കണ്ണുകൊണ്ട് നന്മയും മറ്റേ കണ്ണ് തിന്മയും ഒരേ സമയം കാണാൻ പറ്റില്ലല്ലോ. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. എന്നാൽ മാമോനെ മാത്രം സേവിക്കാനാണ് എല്ലാവരുടെയും സ്വാഭാവിക പ്രവണത. എളുപ്പവും. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ്. മത്തായി 11:12 എന്ന് യേശു തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. ബലപ്രയോഗം എന്നത് സാത്താനെതിരെയുള്ള യുദ്ധമാണ്. പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ അവനെതിരെയുള്ള യുദ്ധത്തിൽ വിജയം വരിക്കുക സാധ്യമല്ല. ഈ ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടത് സത്യം, നീതി, ധർമ്മം, സമാധാനം, വിശ്വാസം, ദൈവവചനം തുടങ്ങിയ ആയുധങ്ങളാണ് എന്ന് പൗലോസ് ശ്ലീഹാ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു.